സോ വെൽക്കം ബാക്ക്. അപ്പോൾ റിയൽമിയുടെ P1 Pro എന്ന അവരുടെ 20,000 രൂപ റേഞ്ചിൽ ഒരു ഫോൺ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ട സമയത്ത് അത്യാവശ്യം നല്ലൊരു ഫോണായിട്ടാണ് തോന്നിയത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് നമുക്ക് പ്രൈസ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് 8GB 128GB പിന്നെ ഒന്ന് 8GB 256GB വേരിയൻറ്റും വരുന്നുണ്ട്. ഇതിൽ ബേസ് മോഡലായിട്ടുള്ള 8GB 128GBൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 21,999 ആണ്. ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 19,999 കിട്ടുന്നതായിരിക്കും. പിന്നീട് ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 8GB 256GB വേരിയൻ്റെ പ്രൈസ് 22,999 ആണ്. ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 28,999 കിട്ടുന്നതായിരിക്കും. അപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു ബാങ്ക് ഓഫർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ തന്നെ പോയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. ദെൻ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ബിൽഡ് ആൻഡ് ഡിസൈൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ റിയൽമിയുടെ എല്ലാ ഫോൺ ഇറങ്ങുന്ന സമയത്തും ഒരേ കോമൺ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഈ ഒരു ഫോണും അതേ സെയിം ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു സെൻട്രൽ അലൈൻ ആയിട്ടുള്ള ആ ഒരു ക്യാമറ മൊഡ്യൂൾ തന്നെയാണ് ഇതിനും വരുന്നത്. അത്യാവശ്യം ഒരു വെറൈറ്റി രീതിയിലുള്ള ടെക്സ്ചറും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. അതായത് P1 കണ്ടുവന്ന രണ്ടും സെയിം സമയത്ത് തന്നെ ലോഞ്ച് ചെയ്ത ഫോണാണ്. P1 കണ്ട ആ ഒരു ഓൾമോസ്റ്റ് ആ ഒരു സെയിം ആയ ടെക്സ്ചർ തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും കാണാനില്ല. സോ കാണുന്ന സമയത്ത് റിയൽമി ഫോണിലൊക്കെ കോമൺ ആയിട്ട് വന്ന ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെയാണ് ബിൽഡൊക്കെ കൊടുത്തിട്ടുള്ളത്. സോ IP55 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ഒക്കെ തന്നെ വരുന്നുണ്ട്. അത് ഈ ഒരു റേഞ്ചിൽ അങ്ങനെ കാണാത്ത സംഭവമാണ്. പക്ഷേ ഈ ഒരു ഫോണിനത് വരുന്നുണ്ട്. ഡ്യുവലായിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ തന്നെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. സോ ബെറ്റർ ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. പിന്നീട് രണ്ട് കളർ വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് റെഡും പിന്നെ ബ്ലൂ കളറും കൂടെ വരുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ആ ബ്ലൂ കളറാണ്. കുറച്ചും കൂടി നല്ലൊരു ലുക്ക് ഒരു കളർ വേരിയൻറ്റ് വരുന്നുണ്ട്. ദെൻ ടോക്ക് അബൌട്ട് ഡിസ്പ്ലേ. 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD AMOLED 120Hz റിഫ്രഷ് ചെയ്തിട്ട് കൂടിയുള്ളൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 950 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇൻ ഡിസ്പ്ലേ ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വരുന്നുണ്ട്. സെൻട്രൽ അലൈൻ ആയിട്ടാണ് പഞ്ച് ഹോൾ ആയിട്ടാണ് സെൽഫി ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നല്ല കർവ്ഡ് ആയിട്ടുള്ള നല്ല രസമുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് ഫോണിന് കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും റിയൽമി ചെയ്തിട്ടില്ല. നല്ല ബെസ്റ്റായിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ളൊരു കുറ്റവും കുറവൊന്നും പറയാനില്ല. സോ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്യാമറ 15MB ഒരു സോണിയുടെ ലൈറ്റ് 600 എന്ന ഇപ്പം ഈ ഒരു റേഞ്ചിലൊക്കെ കണ്ടുവന്ന ഒട്ടുമിക്ക ഫോണിൽ വരുന്ന ആ ഒരു സെയിം ആയിട്ടുള്ള സെൻസർ തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നീട് വരുന്നത് ഒരു 8 MP അൾട്രാ വൈഡ് ക്യാമറയും വരുന്നുണ്ട്. 16MB സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. റിയർ ക്യാമറയിൽ നമുക്ക് 4K തന്നെ വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. റിയർ ക്യാമറയിൽ നമുക്ക് പ്രൈമറി ക്യാമറ നമുക്ക് OIS ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ക്യാമറയുടെ ഭാഗത്ത് വരുന്നുണ്ട്. സോ വാങ്ങുന്ന മുമ്പായിട്ട് ക്യാമറ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോയിട്ട് മാത്രം വാങ്ങാം. സ്പെസിഫിക്കേഷൻ വൈസ് നോക്കിയിട്ട് പോയിട്ട് ഫോൺ വാങ്ങരുത്. സോ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻസ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ പെർഫോമൻസ് Qualcomm Snapdragonൻ്റെ 6 Gen 1 എന്ന ഒരു പുതിയൊരു പ്രോസറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള പ്രോസർ തന്നെയാണ്. സോ അതിലൊന്നും ഇഷ്യൂസ് ഇല്ല. പിന്നീട് റിയൽമി UI 5.0 ആണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ബേസ്ഡ് ഓൺ Android 14 ആണ്. LPDDR4Xൻ്റെ റാമും UFSൻ്റെ 3.1 ആണ് സ്റ്റോറേജ് ടൈപ്പ് കൊടുത്തിട്ടുള്ളത്. സോ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പുതിയൊരു പ്രോസറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടാവും. അതായത് ഇനിയിപ്പം ഇതിനെക്കാട്ടി കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ പിന്നീട് ഫോൺസൊക്കെ ഇറങ്ങുന്നതായിരിക്കും. ഇപ്പോൾ ഒരു പുതിയൊരു പ്രോസർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതൊരു ഓവർ പ്രൈസ് ആയിട്ടായിരിക്കും ഇറക്കിയിട്ടുണ്ടാവുക. ബട്ട് ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പ്രൈസ് കുറഞ്ഞ ഫോണിൽ വരും. ഈ ഒരു പ്രോസർ വെച്ചുകൊണ്ട് ഫോൺസ് എന്തായാലും ഇറങ്ങുന്നതായിരിക്കും. ഇപ്പം എന്തായാലും ഇറങ്ങത്തില്ല. എന്നാൽ കുറച്ചും കൂടെ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞല്ലെങ്കിൽ ഒരു കൊല്ലം എന്നല്ല എന്നാലും കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള 20,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണിലും ഈ ഒരു പ്രോസർ എന്തായാലും വരും. കാരണം നോർമലി അങ്ങനെയാണ്. ഒരു പുതിയ പ്രോസർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു പ്രൈസ് കൂട്ടിയുള്ള ഫോണായിരിക്കും ആ ഒരു ഇറങ്ങുന്നത്. പിന്നീട് മറ്റു ബ്രാൻഡൊക്കെ ഇറങ്ങുന്ന സമയത്ത് കുറഞ്ഞ് ഓരോ പ്രൈസ് റേഞ്ചിലും ഈ ഒരു പ്രോസർ വെച്ച് ഫോൺസ് എന്തായാലും വരുന്നതായിരിക്കും. അപ്പം ഇപ്പം ഈ ഒരു റേഞ്ചിലെ ഫോണിലാണ് ഈ ഒരു പ്രോസർ വന്നിട്ടുള്ളത്. സോ
ചെറിയ പ്രോസസ്സർ അല്ലെങ്കിൽ പെർഫോമൻസ് കുറവൊന്നും പറയുന്നില്ല, നല്ല പെർഫോമൻസ് തരുന്ന പ്രോസസ്സർ തന്നെയാണ്. നല്ല കുഴപ്പമില്ലാത്ത നല്ല പെർഫോമൻസ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. ദെൻ ബാറ്ററി 5000 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ ആണ്. എന്നാലും ബെസ്റ്റായുള്ള ഫാസ്റ്റ് ചാർജിങ് ഒന്നല്ല ഈ റേഞ്ചിൽ വരുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. അപ്പം ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ബിൽഡ് ആൻഡ് ഡിസൈൻ പ്ലാസ്റ്റിക്കിനെയാണ് ബിൽഡ് എന്നാൽ പോലും കാണാൻ തരക്കേടില്ലാത്ത നല്ല ലുക്ക് എല്ലാ ഫോണും ഒന്ന് തന്നെയാണ്. അപ്പം അങ്ങനൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നല്ല ഡിസൈൻ തന്നെ വരുന്നുണ്ട്, നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ക്യാമറ വരുന്നുണ്ട്, നല്ല പെർഫോമൻസ്, നല്ല ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ പ്രൈസ് ഒരു നോർമലാണ്, അങ്ങനെ നല്ലൊരു കുറഞ്ഞ പ്രൈസിങ്ങിലൊന്നല്ല ഇറങ്ങിയിട്ടുള്ളത്. ഒരു നോർമലായുള്ള പ്രൈസിങ് തന്നെയാണ്. ഈ റേഞ്ച് തന്നെ റിയൽമിക്ക് തന്നെ ഒരുപാട് ഫോൺസ് വരുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഞ്ചിലെ ബെസ്റ്റ് ഫോണൊന്നും തന്നെയല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.